വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂട്ടാൻ 18 അടവും പയറ്റുകയാണ് കോൺഗ്രസ്. മികച്ച ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളിലെ UDF MLAമാർ ഭൂരിപക്ഷ വിഷയത്തിൽ തുറന്ന യുദ്ധത്തിലാണ്. കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന നിയോജകമണ്ഡലത്തിന് രമേശ് ചെന്നിത്തല 1 പവൻ സ്വർണം സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ 2 UDF MLAമാർ തുറന്ന യുദ്ധത്തിലാണ്. ഏറനാട് MLA PK ബഷീറും വണ്ടൂർ MLA AP അനിൽകുമാറുമാണ് യുദ്ധത്തിലെ സൈനാധിപന്മാർ. രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം സമ്മാനിക്കുന്നതിനാണ് ഇരുവരും ഏറ്റുമുട്ടുന്നത്. മികച്ച ഭൂരിപക്ഷം തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ നിന്നാവാൻ വേണ്ടി ഇരുവരും കഠിനാധ്വാനത്തിലാണ്. MLAമാർ ഏറ്റുമുട്ടൽ നേരിട്ടാക്കിയപ്പോൾ ആവേശം പകരാൻ പ്രതിപക്ഷ നേതാവും എത്തി. PK ബഷീറിന്റെ മണ്ഡലമായ ഏറനാടെത്തിയപ്പോഴാണ് രമേശ് ചെന്നിത്തല ഭൂരിപക്ഷത്തിൽ 1ാം സ്ഥാനം നേടുന്ന മണ്ഡലത്തിന് 1 പവൻ സ്വർണം സമ്മാനം പ്രഖ്യാപിച്ചത്. 1 പവൻ ബഷീർ അടിക്കോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. മന്ത്രിയാകണത് അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, അറിയാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MI ഷാനവാസിന് കൂടുതൽ ഭൂരിപക്ഷം നൽകിയത് ഏറനാട് മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടൂരിനെ തോൽപ്പിച്ച് ഏറനാട് സമ്മാനമടിക്കുമെന്നതിൽ ബഷീർ MLAക്ക് സംശയമൊന്നുമില്ല. എന്താ സംശയം? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ MI ഷാനവാസ് എന്നപ്പോൾ ഞങ്ങളന്ന് 18,000 വോട്ട് ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടൂർ ഞങ്ങൾക്ക് തമ്മിൽ പ്രയാസം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 1,63,000 വോട്ടർമാരുള്ളൂ, അവർക്ക് 2,10,000 വോട്ടർമാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. എന്നാലും ഞങ്ങൾ ഏറ്റവും നല്ല റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഏറനാട് നിയോജകമണ്ഡലത്തിൽ നിന്നുണ്ടാവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊഴികെ എപ്പോഴും ഭൂരിപക്ഷത്തിൽ 1ാം സ്ഥാനം വണ്ടൂരിനാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയോജക മണ്ഡലങ്ങളും എടുത്താൽ കൂടുതൽ ഭൂരിപക്ഷം തങ്ങൾക്കായിരുന്നു എന്നതാണ് വണ്ടൂരിന്റെ പ്രതീക്ഷ. ഞങ്ങൾ നല്ല ആരോഗ്യകരമായ മത്സരമാണ്. എല്ലാ കാര്യങ്ങളും ഞാനും PK ബഷീർ MLAയും ആലോചിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗ് MLA ആയ PK ബഷീറും കോൺഗ്രസ് MLA ആയ AP അനിൽകുമാറും രാഹുൽ ഗാന്ധിക്കായി പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ചെന്നിത്തലയുടെ സ്വർണ്ണ പതക്കം ആര് നേടുമെന്നറിയാൻ മെയ് 23 വരെ കാത്തിരിക്കണം. അഷ്കർ അലി, 24, മലപ്പുറം.